നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ദുരന്ത നിവാരണ രംഗത്ത് അഗ്നിരക്ഷാസേന നടത്തുന്നത് അതുല്യമായ സേവനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടുക്കി ജില്ലാ ഫയർ സ്റ്റേഷൻ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൾട്ടിപ്ലക്സ് തിയേറ്റർ പ്രാദേശികമായി നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ചെറുതോണി ആലഞ്ചുവട് ഭാഗത്ത് നിർമ്മിക്കുന്ന മൾട്ടിപ്ലക്സ് തിയേറ്റർ കോംപ്ലക്സിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവർക്കും പ്രിയമേകുന്ന ടൂറിസം കേന്ദ്രമായി സംസ്ഥാനം മാറിയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇടുക്കി യാത്രി നിവാസിന്റെയും കുടിയേറ്റ സ്മാരകം 2ാം ഘട്ട പദ്ധതിയുടെയും പ്രവൃത്തിയും ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ജനകീയമാക്കണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. മൂലമറ്റം എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളവ് തിരിക്കുന്നതിനിടയിൽ വാഹനത്തിൽ തട്ടിയെന്നാരോപിച്ച് ബസ് ജീവനക്കാരെ മർദ്ദിച്ചെന്ന പരാതി. പരിക്കേറ്റ LMS ബസിലെ ജീവനക്കാർ തൊടുപുഴയിലെ സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടി. വാർത്തകൾ വിശദമായി. ദുരന്ത നിവാരണ രംഗത്ത് അഗ്നിരക്ഷാസേന നടത്തുന്നത് അതുല്യമായ സേവനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടുക്കി ജില്ലാ ഫയർ സ്റ്റേഷൻ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ക്വാർട്ടേഴ്സ് കെട്ടിടത്തിന്റെ ശിലാഫലകം മന്ത്രി അനാച്ഛാദനം ചെയ്തു. ഇടുക്കിയിൽ നടന്ന ചടങ്ങിൽ നിരവധി വ്യക്തികളാണ് പങ്കെടുത്തത്. ദുരന്ത നിവാരണ രംഗത്ത് അഗ്നിരക്ഷാസേന നടത്തുന്നത് അതുല്യമായ സേവനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടുക്കി ജില്ലാ ഫയർ സ്റ്റേഷൻ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രക്ഷാപ്രവർത്തനങ്ങളിൽ ഊർജ്ജസ്വലരായാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇതിൽ നിന്നും തെരഞ്ഞെടുത്ത 17 പേർ സ്കൂബ ഡൈവിംഗിൽ പരിശീലനം നൽകി. ഇന്ത്യയിലെ തന്നെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് ടീം സജ്ജമാക്കാൻ നമുക്കായിരിക്കും. വകുപ്പിന്റെ നേതൃനിരയിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനായി 12 വനിതാ സ്റ്റേഷൻ ഓഫീസർ തസ്തികയും സൃഷ്ടിച്ചു. സ്ത്രീ ശാക്തീകരണത്തിനായി സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന ഇടപെടലുകളുടെ ദൃഷ്ടാന്തം കൂടിയാണ്. അഗ്നിസുരക്ഷാ മേഖലയിൽ ശാസ്ത്രീയമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് കണ്ണൂരിൽ അഞ്ചരക്കണ്ടിയിൽ 20 കോടി രൂപ ചെലവിൽ ഫയർ സേഫ്റ്റി സയൻസ് റിസർച്ച് സെന്റർ ആരംഭിക്കുന്നു. തൃശൂർ ഫയർ ആൻഡ് റെസ്ക്യൂ അക്കാദമിയെ അത്യാധുനിക സംവിധാനങ്ങളുടെ നവീകരിക്കാൻ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 12 പുതിയ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനുകളാണ് അനുവദിച്ചത്. ഇതോടെ സംസ്ഥാനത്താകെ ഫയർ സ്റ്റേഷനുകളുടെ എണ്ണം 132ആയി. സേനയെ ആധുനികവൽക്കരിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമായ സർക്കാർ 251 കോടി രൂപയാണ് കഴിഞ്ഞ ദശാബ്ദക്കാലത്ത് സേനയുടെ നവീകരണത്തിനായി ചിലവിട്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ക്വാർട്ടേഴ്സ് കെട്ടിടത്തിന്റെ ശിലാഫലകം മന്ത്രി അനാച്ഛാദനം ചെയ്തു. ഫയർ റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ നിതിൻ അഗർവാൾ ഓൺലൈനായി സ്വാഗതം ആശംസിച്ചു. ഇടുക്കിയിൽ നടന്ന ചടങ്ങിൽ റീജിയണൽ ഫയർ ഓഫീസർ സുജിത് കുമാർ JS, ഇടുക്കി സ്റ്റേഷൻ ഓഫീസർ അഖിൽ C, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രഭ തങ്കച്ചൻ, നൌഷാദ് TE, രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രതിനിധികളായ MV ബേബി, ജോസ് കുഴികണ്ടം, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ 2026-2027 വർഷത്തെ കരട് ബജറ്റ് അവതരിപ്പിച്ചു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളം മോഹൻദാസ് അധ്യക്ഷത വഹിച്ച ബജറ്റ് സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് സോയിമോൻ സണ്ണി ബജറ്റ് അവതരിപ്പിച്ചു.
50,57,54,787 രൂപ വരവും 47,60,02,200 രൂപ ചെലവും 2,97,52,587 രൂപ നീക്കിയിരിപ്പും വരുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. കാർഷിക ക്ഷീരമേഖലയ്ക്കും ടൂറിസത്തിനും മുൻതൂക്കം നൽകി അവതരിപ്പിച്ച ബഡ്ജറ്റ് സമസ്ത മേഖലയ്ക്കും പ്രാധാന്യം നൽകിയുള്ള ബജറ്റ് അവതരണമാണ് ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോയിമോൻ സണ്ണി അവതരിപ്പിച്ചു. സാധാരണക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ദരിദ്ര ലഘൂകരണം, ഭവന നിർമ്മാണം, തൊഴിൽ സംരംഭങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന വികസനം ലക്ഷ്യമിട്ടുള്ള ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് കഞ്ഞിക്കുഴി പഞ്ചായത്തിന് വേണ്ടി അവതരിപ്പിച്ചത്. എല്ലാ മേഖലയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബഡ്ജറ്റിൽ ഫണ്ട് വകയിരുത്തിയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് കാർഷിക മേഖലയിൽ ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഈ ജില്ലയിലെ ഏറ്റവും വലിയ കാർഷിക മേഖലയാണ്. എന്നാൽ വന്യജീവി ശല്യവും ഉത്പാദന ചെലവ്, കാർഷികോൽപ്പന്നങ്ങളുടെ വ്യവസ്ഥിതിയായ എന്നതും പോലും കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖല ഏതാണ്ട് പൂർണ്ണമായും തകർന്നെടുത്തിരിക്കുകയാണ്. ഈ നാട്ടിൽ ആളുകൾ കൃഷി ചെയ്യാൻ പഠിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കർഷകരാണ് ഈ നാടിന്റെ നട്ടല്. അവരെ ചേർത്ത് നിർത്തിയാൽ മാത്രമേ കാർഷിക മേഖലയെ പിടിച്ചു നിർത്തുവാനും നാടിനെ മുമ്പോട്ട് പോകുവാനും കഴിയുകയുള്ളൂ എന്ന ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കർഷകർക്ക് വേണ്ട പ്രോത്സാഹനവും കർഷകരെ സംരക്ഷിക്കുന്നതിനായി ബഡ്ജറ്റിൽ അതിനുവേണ്ടി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. പമ്പ് സെറ്റ് വിതരണവും, നെൽകൃഷിക്ക് ഇൻസെന്റീവും, കൊക്കോ തൈ വിതരണവും, ഓർഗാനിക് ഫാമിങ്ങും, ഫാം ടൂറിസവും, പച്ചക്കറി തൈയും ചന്തയും, ഫലവൃക്ഷ വിതരണം, ജൈവവള വിതരണം, കൃഷി വികസന വാനത്തെ വിതരണം തുടങ്ങി കർഷകരെ സഹായിക്കുന്ന നിരവധി പദ്ധതികൾക്ക് ഈ ബഡ്ജറ്റിൽ രൂപം നൽകി ഫണ്ട് വകയിരുത്തി. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളം മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി സതീശൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ജോസഫ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബിച്ചൻ മാത്യു, സെക്രട്ടറി അതുല്യ വി കുമാർ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അജിത് കുമാർ KK, സോന ട്രീസ ജോബി, പഞ്ചായത്തിലെ മറ്റംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മൾട്ടിപ്ലക്സ് തിയേറ്റർ പ്രാദേശികമായി നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ചെറുതോണി ആലഞ്ചൂട് ഭാഗത്ത് നിർമ്മിക്കുന്ന മൾട്ടിപ്ലക്സ് തിയേറ്റർ കോംപ്ലക്സിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി പാർക്കിൽ നടന്ന യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം സിജി ചാക്കോ, രാജു ജോസഫ്, KIIDC CEO S തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കിയിലെ നിർദ്ദിഷ്ട മൾട്ടിപ്ലക്സ് തിയേറ്റർ വിനോദസഞ്ചാരികൾക്കും പ്രാദേശിക നിവാസികൾക്കും ഒരേപോലെ പ്രയോജനപ്പെടുന്ന ഒരു കൾച്ചറൽ ഹബ്ബായി മാറുമെന്നും പ്രാദേശികമായി നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ചെറുതോണി ആലൻചുവട് ഭാഗത്ത് നിർമ്മിക്കുന്ന മൾട്ടിപ്ലക്സ് തിയേറ്റർ കോംപ്ലക്സിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇടുക്കി പാർക്കിൽ നടന്ന യോഗത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ തിയേറ്ററിന് വേണ്ടിയുള്ള മൾട്ടിപ്ലക്സ് തിയേറ്ററിന് ഏതാണ്ട് 18 കോടി ഇവിടെ സംസാരിച്ചു. 285 കോടി രൂപ മുതൽ മുടക്കിലാണ് ഇറിഗേഷൻ മ്യൂസിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾക്കുള്ളൊരു ചുവടുവെപ്പാണ്. ഞാൻ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പെർ ഡേ 4000-ഓളം ആൾക്കാർ ഇവിടെ എത്തിച്ചേരുമെന്നാണ് അവരുടെ ഒരു കണക്ക്. ഇത് പൂർത്തീകരിക്കണം. ഓരോ ദിവസവും 4000-ഓളം ആൾക്കാരെങ്കിലും ഇടുക്കി സന്ദർശിച്ച് മടങ്ങുന്ന പോലെയാണ് ഇതിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം അങ്ങനെയുള്ള വലിയ മാറ്റങ്ങൾക്ക് നിദാനമാകുന്ന വലിയ തുടക്കമാണിത്. ഈ പ്രദേശത്തെ എല്ലാം ഒരു ഹബ്ബായി കണ്ട് നമ്മൾ മാറ്റങ്ങളിലേക്ക് വേർതിരിച്ചു കൊണ്ടുവരുന്നൊരു സ്ഥിതിവിശേഷം. അതിനെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഇക്കാര്യങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമുണ്ട്. പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനവും പുതിയ പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഈ സന്ധ്യാവേളയിൽ ഇവിടെയായിരുന്ന നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം സിജി ചാക്കോ, രാജു ജോസഫ്, KIIDC CEO S തിലകൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. എല്ലാവർക്കും പ്രിയമേകുന്ന ടൂറിസം കേന്ദ്രമായി സംസ്ഥാനം മാറിയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇടുക്കി യാത്രി നിവാസിന്റെയും കുടിയേറ്റ സ്മാരകം 2ാം ഘട്ടം പദ്ധതിയുടെ പ്രവൃത്തിയും ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി പാർക്കിൽ നടന്ന യോഗത്തിൽ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ സന്നിഹിതരായിരുന്നു. കേരളത്തിന്റെ ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നിലയിലേക്കുള്ള മുന്നേറ്റത്തിന്റെ കാലമാണിതെന്നും ടൂറിസം ഭൂപടത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രിയമേകുന്ന ടൂറിസം കേന്ദ്രമായി കേരളത്തിന് മാറാൻ സാധിച്ചുവെന്നും ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇടുക്കി യാത്രി നിവാസിന്റെയും കുടിയേറ്റ സ്മാരകം 2ാം ഘട്ട പദ്ധതിയുടെ പ്രവൃത്തിയും ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വിദേശ സഞ്ചാരികളുടെ കാര്യത്തിൽ നല്ല കുതിപ്പുണ്ടായി. ഒറ്റ വർഷം കൊണ്ട് 11.33% വിദേശ സഞ്ചാരികളുടെ വർധനവ് 2025 ഒരു വർഷം ഇത്രയധികം വിദേശ സഞ്ചാരികൾ വർദ്ധിക്കുന്നത് വലിയ മുന്നേറ്റമാണ്. ലോകം കേരളത്തെ അംഗീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായി പൊതുവെ കേരളത്തെ കാണുകയാണ്. ന്യൂയോർക്ക് ടൈംസ് കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട 53 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായി കേരളത്തെ തിരഞ്ഞെടുത്ത് ലോകത്ത് കണ്ടിരിക്കേണ്ട 53 ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ. ഇന്ത്യയിൽ ഇത് കേരളം മാത്രമാണ്.
എന്നുള്ളത് പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ടൈം മാഗസിൻ ലോകത്ത് കണ്ടിരിക്കേണ്ട 50 ടൂറിസ്റ്റ് കേന്ദ്രം ഒന്നായി കേരളത്തെ. ഇങ്ങനെ നമ്മൾ പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ റഫ് ഗൈഡ് ട്രാവൽ കമ്പനിയുടെ 2026 ലോകത്ത് കണ്ടിരിക്കേണ്ട 26 ഡെസ്റ്റിനേഷനുകൾ. ഇടുക്കി പാർക്കിൽ നടന്ന യോഗത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജു ജോസഫ്, സിജി ചാക്കോ, വിനോദസഞ്ചാര വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷൈൻ KS, രാഷ്ട്രീയ സാമൂഹ്യ പ്രതിനിധികളായ ജോസ് കുഴികണ്ടം, സാജൻ കുന്നേൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ജനകീയമാകണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ മൂലമറ്റം എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലയന്താനി കൊന്താലപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കർ അധ്യക്ഷത വഹിച്ചു. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി അജയകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. നിരവധി വ്യക്തികൾ യോഗത്തിൽ പങ്കെടുത്തു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ജനകീയമാക്കണമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മൂലമറ്റം എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണം. വളർന്നുവരുന്ന കുട്ടികളെയും യുവജനങ്ങളെയും ലഹരിയുടെയും രാസലഹരിയുടെയും പിടിയിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. ജനകീയമായ മാറ്റത്തിലൂടെയാണ് എക്സൈസ് വകുപ്പിനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മന്ത്രി പറഞ്ഞു. നമ്മുടെ ജില്ലയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കടപ്പ്, തൊടുപുഴയും ഇടുക്കിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, മൂലമറ്റം ഉൾപ്പെടെയുള്ള 7-8 പഞ്ചായത്തുകൾക്ക് ഒരുപക്ഷെ സഹായകമാകുന്ന ഒരു പ്രവർത്തന പരിധി എക്സൈസിൻ്റെ പ്രവർത്തന മേഖലയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഇത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നവീകരണത്തെയും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. കൂടുതൽ ആൾക്കാരിൽ നല്ല അവയർനെസ് എത്തിക്കാനും കുട്ടികളിൽ നല്ല ബോധവൽക്കരണ പ്രോഗ്രാമുകൾ നടത്താനും അതോടൊപ്പം തന്നെ നമ്മുടെ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധിയായിട്ടുള്ള വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. വിമുക്തി പദ്ധതിയിലൂടെ തന്നെ വലിയ തോതിലുള്ള സ്വീകാര്യത ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ നേടിയെടുക്കാനായിട്ട് സാധിച്ചു. കുട്ടികളും സ്കൂളുമെല്ലാം ആധാരമാക്കിക്കൊണ്ട് തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപനവും തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രിക്റ്റായ പോളിസികളും പ്രവർത്തനങ്ങളും ആധുനികവൽക്കരണത്തിൻ്റെ രീതിയിൽ മുന്നേറുന്ന സമയത്താണ് മൂലമറ്റത്ത് ഒരു എക്സൈസ് റേഞ്ച് ഓഫീസ് ആ കൺസെപ്റ്റ് വെള്ളിയാമറ്റം പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വന്നിരുന്നതെങ്കിൽ സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിയും കൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് വിട്ടുകിട്ടിയ കലയന്താനി പഞ്ചായത്ത് വിട്ടുകിട്ടിയ 8 സെൻറ്റ് സ്ഥലത്ത് ഒരു പുതിയ കെട്ടിടത്തിന് തുടക്കം കുറിക്കാനായിട്ട് സാധിക്കുന്നത്. ഇത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നവീകരണത്തിനും അതോടൊപ്പം പ്രവർത്തനക്ഷമതയും കാര്യക്ഷമമായി വളർത്തിയെടുത്തുകൊണ്ടുവരാനായിട്ട് സാധിക്കും. വിശിഷ്ട സേവനത്തിനുള്ള 2024 മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡലുകൾ കരസ്ഥമാക്കിയ പീരുമേട് എക്സൈസ് റേഞ്ച് ഓഫീസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബി രാജ്കുമാർ, ഇടുക്കി സ്പെഷ്യൽ സ്ക്വാഡ് പ്രിവന്റീവ് ഓഫീസർ NK സിജുമോൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കലയന്താനി കൊന്താലപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി അജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാത്യു കക്കുഴിയിൽ, ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ രാജു ഓടക്കൽ, ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജസ്റ്റി സാബു, വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് അംഗം KS ജോൺ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പ്രിൻസ് ബാബു, PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷെല്ലി ജെയിംസ്, ജോയിന്റ് എക്സൈസ് കമ്മീഷണർ S കൃഷ്ണകുമാർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് 2026-2027 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ഷാജി തങ്കപ്പൻ അവതരിപ്പിച്ചു. കാർഷിക മേഖല, സാമൂഹിക സുരക്ഷിതത്വം, ഭവന നിർമ്മാണം, പുനരധിവാസം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പ്രസിഡന്റ് അനു ജിജോ ആമുഖ അവതരണം നടത്തി. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ഷാജി തങ്കപ്പൻ അവതരിപ്പിച്ചു. കാർഷിക മേഖല, സാമൂഹിക സുരക്ഷിതത്വം, ഭവന നിർമ്മാണം, പുനരധിവാസം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകി 4,87,954 രൂപ വരവും 4,25,13,000 രൂപ ചെലവും 55,54,954 രൂപ യഥാർത്ഥ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ഓരോ ബഡ്ജറ്റും അത് അവതരിപ്പിക്കുന്ന കാലത്തിന്റെ സാമ്പത്തിക ജീവിതത്തെ മാത്രമല്ല സാംസ്കാരികവും സാമൂഹികവും ആരോഗ്യപരവും ആയ ജീവിതത്തെ കൂടി അടയാളപ്പെടുത്തുന്നു. വികസനം ആത്യന്തികമായി വിലയിരുത്തപ്പെടുന്നത് അത് ജനങ്ങളുടെ ക്ഷേമത്തിന് എത്രമാത്രം പ്രയോജനപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്.
കാർഷിക ഗ്രാമമായ നമ്മുടെ പഞ്ചായത്തിൽ കാർഷിക മേഖലയെ വളർച്ചയിലൂടെ പട്ടിണിയില്ലാത്ത പ്രാഥമിക സൗകര്യങ്ങളും ആരോഗ്യ സുരക്ഷയും എല്ലാവർക്കും ലഭിക്കുന്ന തലചായ്ക്കാൻ ഒരിടം എന്ന സ്വപ്ന സാക്ഷാത്കാരം എന്നിവയെല്ലാം ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ ഈ ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ്. ജനങ്ങളുടെ സഹകരണത്തോടെയും ബോധവൽക്കരണത്തോടെയും ഹരിതകർമ്മ സേനാ അംഗങ്ങളുടെയും സഹകരണത്തോടെ വാതിൽപ്പടി ശേഖരണം 100% കൈവരിച്ച് മാലിന്യ നിർമ്മാർജ്ജനം സാധ്യമാക്കി പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടന്നുപോരുന്നു. പ്രസിഡന്റ് അനു ജിജോ ബജറ്റിന് ആമുഖ അവതരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എ.ജെ. മാനുവൽ, ജേർലി റോബി, ലൂസി അലോഷ്യസ്, മെമ്പർമാരായ ടോമി ജേക്കബ്, ബിനിമോൻ ടി.സി, ജോസ് തോമസ്, ദീപുമോൻ ടി എന്നിവർ ആശംസയും സെക്രട്ടറി സിന്ധുമോൾ എസ് കൃതജ്ഞതയും അറിയിച്ചു. ഗ്രാമീണ ടൂറിസത്തിന് പ്രാമുഖ്യം നൽകുന്ന പദ്ധതികൾ നടപ്പാക്കുന്നുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വെള്ളക്കയം, കുതിരക്കല്, മടമ്പടി ഭാഗങ്ങളിൽ നിർമ്മിക്കുന്ന VCBകളുടെ പൂർത്തീകരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മരിയാപുരം ഗ്രാമപഞ്ചായത്ത് അംഗം PS ജയ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. KIIDC ചീഫ് എഞ്ചിനീയർ പ്രകാശ് ഇടിക്കുള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. ഗ്രാമീണ ടൂറിസത്തിന് പ്രാമുഖ്യം നൽകുന്ന പദ്ധതികളാണ് ഇടുക്കിയിൽ നടപ്പാക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. വെള്ളക്കയം, കുതിരക്കല്ല്, മടമ്പടി ഭാഗങ്ങളിൽ നിർമ്മിക്കുന്ന VCBകളുടെ വെന്റഡ് ക്രോസ് ബാറിന്റെ പൂർത്തീകരണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. VCBയിലേക്കുള്ള അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി 35 ലക്ഷം രൂപ ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിർമ്മാണ ചുമതല പൊതുമരാമത്ത് വകുപ്പിനായിരിക്കും. യോഹന്നാൻപടി റോഡിന് 50 ലക്ഷം അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വാഴത്തോപ്പ് മരിയാപുരം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പെരിയാറിന് കുറുകെ നിലവിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ക്രോസ് വേ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു നേട്ടമാണ് ഈ നാടിനുള്ളത്. 2018 പ്രളയ കാലഘട്ടത്തിൽ നമ്മുടെ നാടിലെ ഒരുവിധത്തിലുള്ള എല്ലാ നിർമ്മിതികളും നമുക്ക് നഷ്ടമായി. ഇത് മാത്രമല്ല, വലിയ പാലങ്ങളും റോഡുകളും എല്ലാം തകർന്നു. ഒരു ഘട്ടത്തിൽ നമ്മുടെ മരിയാപുരം, വാഴത്തൊപ്പ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് മാത്രം 10-30 ആൾക്കാർ മരണമടഞ്ഞ സംഭവം നമ്മൾ വിസ്മരിക്കാൻ കഴിയില്ല. മണ്ണിടിഞ്ഞ് വീണും ഉരുളുപൊട്ടിയും വിവിധങ്ങളായ കാരണങ്ങളാൽ അപ്പോൾ ഒരു പ്രദേശം മുഴുവൻ വല്ലാത്തൊരവസ്ഥ നേരിട്ടിരുന്ന പശ്ചാത്തലത്തിൽ തകർന്നടിഞ്ഞ റോഡുകൾ, പാലങ്ങൾ, പൂർണ്ണമായും തകർന്ന വീടുകൾ, ഭാഗികമായി തകർന്ന വീടുകൾ, ജീവിത സാഹചര്യവും ജീവിത നിലവാരവും തന്നെ തകർന്നിരുന്നൊരു പശ്ചാത്തലം നമുക്ക് നല്ലവണ്ണം ഓർമ്മയുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ കരകയറിയത്. മരിയാപുരം ഗ്രാമപഞ്ചായത്ത് അംഗം PS ജയ അധ്യക്ഷത വഹിച്ചു. KIIDC ചീഫ് എഞ്ചിനീയർ പ്രകാശ് ഇടിക്കുള റിപ്പോർട്ട് അവതരിപ്പിച്ചു. KIIDC CEO തിലകൻ S, സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ബസ് ജീവനക്കാരെ ആക്രമിച്ചെന്ന് പരാതി. ബസ് വളവ് തിരിക്കുന്നതിനിടയിൽ വാഹനത്തിൽ തട്ടിയെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. എറണാകുളം പള്ളിക്കരയിൽ വെച്ചായിരുന്നു സംഭവം. ആക്രമണത്തിൽ പരിക്കേറ്റ LMS ബസ്സിലെ ജീവനക്കാർ തൊടുപുഴയിലെ സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടി. എറണാകുളത്ത് നിന്ന് മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന വഴിയിൽ പള്ളിക്കരയിൽ വെച്ചാണ് സംഭവം. കട്ടപ്പന സ്വദേശി അജിത് കുമാറിനെയാണ് ആക്രമിച്ചത്. പള്ളിക്കര ജംഗ്ഷനിൽ വളവ് തിരിഞ്ഞപ്പോൾ ബസിന്റെ പുറകുവശം എതിരെ വന്ന മഹീന്ദ്ര താർ വാഹനത്തിൽ ഇടിച്ചു എന്നാരോപിച്ചാണ് ആക്രമണം നടത്തിയത്. വാഹനത്തിനുണ്ടായ നാശനഷ്ടം പരിഹരിക്കാമെന്ന് പറഞ്ഞുവെങ്കിലും നടുറോഡിൽ ആക്രമിക്കുകയായിരുന്നുവെന്ന് ഡ്രൈവർ അജിത് കുമാർ പറയുന്നു. എറണാകുളം പൂമാല റൂട്ടിൽ സർവീസ് നടത്തുന്നു. ഇന്നലെ പൂമാല തൊടുപുഴയ്ക്ക് വരുന്ന വഴി കാക്കനാട് മെട്രോയുടെ പണി നടക്കുന്നത് കൊണ്ട് ബ്ലോക്ക് കിട്ടി വൈകിയാണ് വന്നത്. പള്ളിക്കര ജംഗ്ഷനിൽ വെച്ച് ഒരു കാറുമായിട്ട് വണ്ടിയുടെ ബാക്ക് സൈഡാണ് വരഞ്ഞത്. അവരെ അത് കാണിക്കാൻ എന്ന വ്യാജേന വണ്ടിയിൽ നിന്ന് അവരെ നിർബന്ധിച്ച് വിളിച്ചിറക്കിയത്. അവർ തന്നെ ഡ്രൈവർ സൈഡ് ഡോറെല്ലാം തുറന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ട് ബാക്കിൽ കാര്യം പറഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോഴേ പറഞ്ഞതിന് ഇതിന് എന്ത് വേണേലും പരിഹാരം ഉണ്ടാക്കാം,
അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാമെന്ന് അത് പറഞ്ഞ് മുഴുവിപ്പിക്കാനുള്ള സമയം അവരെനിക്ക് തന്നില്ല. അതിന് മുന്നേ തന്നെ മർദ്ദിച്ചു. അതും തലക്കിട്ട് തന്നെയാണ്. ഈ ഒരു ഏരിയയ്ക്കിട്ട് തന്നെ ഒരു 3-4 പ്രാവശ്യം അടിക്കുകയും ചവിട്ടുകയും എല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് നാട്ടുകാരെല്ലാം ഇടപെട്ടാണ് അവരെ വിളിച്ച് മാറ്റിക്കൊണ്ട് പോയത്. ആക്രമണത്തെ തുടർന്ന് റൂട്ടിൽ സർവീസ് നടത്തുന്ന മറ്റൊരു ബസ്സിലെ ജീവനക്കാരെത്തി ഡ്രൈവറെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഞ്ഞിക്കുഴി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ പുനരാരംഭിച്ചു. കാലങ്ങളായി രോഗികളെ കിടത്തിൽ ചികിത്സിച്ചിരുന്നെങ്കിലും ജീവനക്കാരുടെ കുറവ് മൂലം ഇടക്കാലത്ത് ഒഴിവാക്കിയിരുന്നു. ആശുപത്രിയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള കഞ്ഞിക്കുഴി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പതിറ്റാണ്ടുകളായി കിടത്തി ചികിത്സ നിലനിന്നിരുന്നു. എന്നാൽ ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും കുറവ് മൂലം 1 വർഷക്കാലമായി കിടത്തി ചികിത്സ നിലച്ച നിലയിലായിരുന്നു. ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവരുടെയും നിരന്തര സമ്മർദ്ദത്തെ തുടർന്ന് വീണ്ടും കിടത്തി ചികിത്സയ്ക്ക് തുടക്കമായി. ആശുപത്രി അങ്കണത്തിൽ ചേർന്ന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കഞ്ഞിക്കുഴി CHCയിൽ കിടത്തി ചികിത്സ തുടർന്നു പോകുന്നതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്നും ആശുപത്രിയിലേക്ക് പുതുതായി ഒരു ആംബുലൻസ് അനുവദിച്ചതായും മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. വളരെയേറെ അത്യന്താപേക്ഷിതമായ ഒന്നാണ് ഈ ആശുപത്രിയും അതിൻ്റെ ഡെവലപ്മെന്റ്സും. PHC എന്ന കേരളത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. അങ്ങനെ വരുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന രീതിയിൽ ഈ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം ശാക്തീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന കാഴ്ചപ്പാടിൽ കൂടിയാണ് നമ്മുടെ ജില്ലയിൽ തന്നെ പല വിധത്തിലും ചില അസൗകര്യങ്ങളും ജീവനക്കാരുടെ കുറവുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിനെ പ്രത്യേകമായി കണ്ട് അടിയന്തരമായി ഇത് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയത്. നമ്മുടെ ജില്ലയിൽ പ്രത്യേകിച്ച് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ചുമതലയുള്ള ഡോക്ടർ സുരേഷ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിതിൻ, കഞ്ഞിക്കുഴി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ലിസി ജോസ്, അസോസിയേഷൻ പ്രസിഡന്റ് CB ആറക്കാട്ട് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ജില്ലാ വ്യാപാരോത്സവ് തൊടുപുഴ നിയോജക മണ്ഡലം ദ്വൈവാര നറുക്കെടുപ്പ് ഉടുമ്പന്നൂരിൽ സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ കോട്ടയ്ക്കകത്ത് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അശ്വതി മധു അധ്യക്ഷത വഹിച്ചു. മഴവിൽ മനോരമ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി താരം ലൂയിസ് മേലുകാവ് നറുക്കെടുപ്പ് നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് NB ചാക്കോച്ചൻ നറുക്കെടുപ്പ് വിശദീകരണം നിർവഹിച്ചു. നിരവധി വ്യക്തികൾ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ഇനിയുള്ളത് പ്രോത്സാഹന സമ്മാനമാണ്. 1, 2. ഒന്ന് വലിയ ഐശ്വര്യമായിട്ട് നമ്മുടെ കട തന്നെ എടുത്തു. 1, 7 ഫസ്റ്റിൽ പോയി. ചെറിയ ഗ്രാമങ്ങളിലെല്ലാം വൻകിട മാളുകളുടെയും മറ്റും അതിപ്രസരം കടന്നുവന്ന് നമ്മുടെ ചെറിയ കച്ചവടക്കാരുടെ കച്ചവടങ്ങൾ അപഹരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ വ്യാപാരോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. ആ വ്യാപാര ഉത്സവം ഇനിയും നമുക്ക് 1 മാസത്തോളം നീണ്ടുപോകേണ്ടതുണ്ട്. അതിനിടയിൽ അതിൻ്റെ മറ്റ് പബ്ലിസിറ്റികളിലേക്കും ഒക്കെ കടന്നു വരും. അപ്പോൾ എല്ലാ കച്ചവടക്കാരും നമ്മുടെ കസ്റ്റമേഴ്സിന് കൂപ്പണുകൾ കൊടുത്ത് കസ്റ്റമേഴ്സ് കൂപ്പണുകൾ ചോദിച്ച് മേടിച്ചു വേണം ഈ വ്യാപാരോത്സവത്തിൻ്റെ സമ്മാനങ്ങൾ നേടാൻ. നമുക്കറിയാം, നിരവധി സമ്മാനങ്ങളാണ്. ഒരു ടിക്കറ്റിന്
നിരവധി സമ്മാനങ്ങൾ അതിൽ നിന്ന് തന്നെ നറുക്കെടുക്കും. ഒരു നറുക്കെടുപ്പിൽ നമുക്ക് സമ്മാനം കിട്ടിയില്ല എന്ന് കരുതി ആ ടിക്കറ്റ് സൂക്ഷിച്ചു വെക്കണം. ഇതെല്ലാം മെഗാ നറുക്കെടുപ്പിലും ഇത് നറുക്കിടുന്നതാണ്. ഒന്നാം സമ്മാനം 10589885. രണ്ടാം സമ്മാനം 114939. മൂന്നാം സമ്മാനം 11326557. നാലാം സമ്മാനം 12222609. അഞ്ചാം സമ്മാനം 121724. ആറാം സമ്മാനം 119696. ഏഴാം സമ്മാനം 122691. എട്ടാം സമ്മാനം 1002288. ഒമ്പതാം സമ്മാനം 119783. പത്താം സമ്മാനം 100987. ഇത്രയും നമ്പറുകൾക്കാണ് ഈ പ്രാവശ്യത്തെ നറുക്കെടുപ്പിൽ സമ്മാനം കിട്ടിയിരിക്കുന്നത്. നറുക്കെടുപ്പ് സമാപിച്ചിരിക്കുന്നു. നെയ്യശ്ശേരിയുടെ നൊസ്റ്റാൾജിയ നിത്യഹരിതമരമായ പനച്ചി വെട്ടിനീക്കുവാൻ ശ്രമം നടന്ന നാട്ടുകാർക്ക് നൊമ്പരമായി. നെയ്യശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ സെമിത്തേരിക്ക് സമീപമാണ് 200 വർഷത്തോളം വളർച്ച തോന്നിക്കുന്ന പനച്ചിമരം തണലേകി നിന്നിരുന്നത്. ഒരു നാടിന്റെ ലാൻഡ്സ്കേപ്പ് പോലെ നിലകൊള്ളുന്ന പനച്ചിമരത്തിന്റെ ചരിത്രമറിയാത്തവർക്ക് അത് മുറിച്ചു നീക്കുവാൻ തോന്നുകയുള്ളൂവെന്ന് എഴുത്തുകാരനായ വിൽസൺ തുരുത്തിപ്പിള്ളിൽ പറഞ്ഞു. എന്തായാലും പനച്ചിയെ സംരക്ഷിക്കണമെന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരു മനസ്സാണ്. നെയ്യശ്ശേരിയുടെ നൊസ്റ്റാൾജിയ നിത്യഹരിത മരമായ പനച്ചി വെട്ടി നീക്കുവാൻ ശ്രമം നടന്നത് നാട്ടുകാർക്ക് നൊമ്പരമായി. നെയ്യശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ സെമിത്തേരിക്ക് സമീപമാണ് 200 വർഷത്തോളം വളർച്ച തോന്നിക്കുന്ന പനച്ചി മരം തണലേകി നിന്നിരുന്നത്. നെയ്യശ്ശേരി പള്ളി സ്ഥാപിതമായിട്ട് 175 വർഷം പിന്നിടുമ്പോഴാണ് പനച്ചിയുടെ കടക്കൽ കത്തിവെക്കുവാൻ നീക്കമുണ്ടായത്. ഇടവക ജനങ്ങളുടെ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ശിഖരം മാത്രം മുറിച്ചുമാറ്റി ചുവടെ വെട്ടുവാനുള്ള ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. മുമ്പ് ഇതിന്റെ സമീപമായിരുന്നു പള്ളി. പഴയ പള്ളി നിർമ്മിക്കുന്ന കാലത്തും പനച്ചിമരം അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് അനുമാനിക്കുന്നത്. ചരിത്ര സ്മാരകം പോലെ നിലനിർത്തേണ്ട പനച്ചിമരം സംരക്ഷിക്കുവാൻ എല്ലാവരും ഒത്തൊരുമയോടെ ശ്രമിക്കണമെന്ന് ഇടവക അംഗമായ തങ്കച്ചൻ ചെമ്പോട്ടിക്കൽ പറഞ്ഞു. ഈ പനച്ചിമരം വെട്ടിയതിനെ പറ്റി വ്യാപകമായ പ്രതിഷേധം ഇടവകകളിൽ എല്ലായിടത്തുമുണ്ട്. ഈ പനച്ചിമരത്തെപ്പറ്റി കഥ പറയാൻ നെയ്ശ്ശേരി സ്കൂളിൽ പഠിച്ച ഓരോ വ്യക്തികൾക്കും പറയാനുണ്ട്. ഈ പനച്ചിമരത്തിൻ്റെ ചുവട്ടിൽ ഓട്ടുകൂടി വർദ്ധാനം പറയുകയും അതിൻ്റെ കായ്ഫലം എടുത്ത് പശ ഉണ്ടാക്കുകയും ചെയ്ത് വളരെ അർത്ഥമുള്ള ഒരു പനച്ചിമരമായിട്ടാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. ഈ പനച്ചിമരം പലരും ഈ പനച്ചിമരത്തെ പറ്റിയുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, കഥകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലവിധ ഗുണമേന്മകളുള്ള ഒരു പനച്ചിമരമാണ്. അങ്ങനെ ഇത് വെട്ടിയതിൽ വ്യാപകമായി പ്രതിഷേധം അറിയിക്കുന്നു. പനച്ചിമരത്തെക്കുറിച്ച് ഇതിനോടകം കഥകളും ലേഖനങ്ങളും ആനുകാലികങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കുട്ടികൾക്ക് പുസ്തകം പൊതിയാനും നെയിം സ്ലിപ്പ് ഒട്ടിക്കുവാനും പനച്ചിയുടെ കായിൽ നിന്നെടുത്ത പശ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു. കുരിശുവര പെരുന്നാളിന് പനച്ചിയിലയിൽ വീടുകളിലേക്ക് തിരി കൊണ്ടുപോയതും പലരുടെയും ഓർമ്മയിലുണ്ട്. ഒരു നാടിന്റെ ലാൻഡ്സ്കേപ്പ് പോലെ നിലകൊള്ളുന്ന പനച്ചിമരത്തിന്റെ ചരിത്രം അറിയാത്തവർക്ക് അത് മുറിച്ചു നീക്കുവാൻ തോന്നുകയുള്ളൂവെന്ന് എഴുത്തുകാരനായ വിൽസൺ തുരുത്തിപ്പള്ളിൽ പറഞ്ഞു. പനച്ചിയെക്കുറിച്ച് ഞാൻ 2-3 ലേഖനങ്ങൾ പല സ്ഥലത്തായിട്ട് എഴുതിയിട്ടുണ്ട്, ഫേസ്ബുക്ക് ഉൾപ്പെടെ. പിന്നെ പനച്ചിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട വലാരപ്പള്ളി അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട്, സാക്ഷി എന്ന പേരിൽ. കാരണം ആത്മാക്കളുടെ സാക്ഷിയായിട്ട് നിൽക്കുന്ന ആൾ പനച്ചിമരം എന്നുള്ള ഒരു സങ്കല്പം അനുസരിച്ചാണ് ഞാൻ ആ കഥ എഴുതിയേക്കുന്നത്. എന്നിട്ട് കഥയൊക്കെ എഴുതി അച്ഛനെ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അച്ഛനതിനെ അപ്രിസിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം നെയ്ശ്ശേരിയിൽ ഒത്തിരി എഴുത്തുകാരുണ്ട്. ആ ശൃംഖലയിൽപ്പെട്ട ഒരാളെന്ന നിലയിലാണ് ഞാൻ പറയണത്. എന്നെ പോലെ പനച്ചിയെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. പനച്ചി എന്ന് പറയുമ്പോൾ ഒരു നിത്യഹരിത വനമാണ്, അല്ല വൃക്ഷമാണ്. എബനേസി സസ്യകുടുംബത്തിൽപ്പെട്ടതാണ്. ഇത് നിത്യഹരിത വൃക്ഷമാണ്. പിന്നെ ഒത്തിരി നാളുകൾ കൊണ്ട് ഇത് വളർന്ന് വലുതായി മൂപ്പത്തുള്ളൂ. അങ്ങനെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ പയ്യെ ആ മൂപ്പത്തന്നെ ഒരു മരമാണ്. ഇതിൻ്റെ ഇലകൾ പിന്നെ തടിയ് പിന്നെ പൂവ് കായ എല്ലാം ഔഷധ ഗുണമുള്ളതാണ്. ചെണ്ടക്കാരും വെടിക്കെട്ടുകാരും ഒക്കെ ഇതിനെ സഹായമായിട്ടുണ്ട്. ഇവർക്ക് ഇത് സഹായമാണ്. പിന്നെ കുരിശുവര പെരുന്നാളിന് പള്ളിയിൽ നിന്ന് കരി കൊണ്ടുപോകാൻ വേണ്ടി ഇതിൻ്റെ ഇല ഉപയോഗിച്ചിട്ടുണ്ട്. പിള്ളേർ ബുക്കൊട്ടിക്കാനൊക്കെ ഇതിൻ്റെ കായിൽ നിന്നുള്ള പശ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് പേരെങ്കിലും അതിൻ്റെ കീഴെ നിന്ന് കുർബാനയും കണ്ടിട്ടുണ്ട്. അങ്ങനെ
ഒത്തിരി നൊസ്റ്റാൾജിയ, അതായത് ഗ്രഹാതുരത്വമുണർത്തുന്ന ചിന്തകൾ ഉറങ്ങിക്കിടക്കുന്നതാണ് ഈ പനച്ചിയും പനച്ചിയുടെ പരിസര പ്രദേശമൊക്കെ. 90 വയസ്സിന് മുകളിലുള്ള ഇടവകങ്ങളുമായി നടന്ന സംഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലായത് ആ പനച്ചിക്ക് കുറഞ്ഞത് ഒരു 160 വർഷം പഴക്കം ഉണ്ടാകും എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ 2-3 സസ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ ആ പനച്ചിയും അതിൻ്റെ പരിസരങ്ങളും കാണിച്ചതിന് ശേഷം അവർ എത്തിയ നിഗമനം ഏകദേശം 220 വർഷം വരെ അതിന് പഴക്കം ഉണ്ടാകാം എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ അന്ന് അതിനെ സംബന്ധിച്ചുള്ള ഒരു അഭ്യർത്ഥന, ആ പനച്ചിമരം അത് സ്വാഭാവികമായി മരണപ്പെടുന്നതുവരെ നിലനിർത്തണം, അതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് അന്ന് തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. ഇപ്പോഴും അതുതന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്. കത്തോലിക്കാ സഭയുടെ നിയമങ്ങളനുസരിച്ച് പൈതൃക സ്വത്തുക്കളെല്ലാം സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാ കാലത്തും തുടർന്നു വന്നിട്ടുള്ളത്. ആ രീതിയിൽ ഇനിയിപ്പോൾ അവശേഷിക്കുന്ന ആ പനച്ചിമരം അതിന് വേണ്ട സംരക്ഷണം ഒരുക്കി അതിനൊരു സ്വാഭാവിക മരണം ഉണ്ടാകുന്നതുവരെ അതിനെ സംരക്ഷിക്കേണ്ട ചുമതല ഇടവകങ്ങൾക്കും പ്രകൃതി സ്നേഹികൾക്കും മാത്രമല്ല സകല പൈതൃക സ്വത്തുക്കൾ അതിൻ്റെ മൂല്യം മനസ്സിലാക്കുന്ന സകല ജനങ്ങളും അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അനേകായിരം ആത്മാക്കളുടെ കൂട്ടുകാരനെന്നും ഈ പനച്ചിയെ വിശേഷിപ്പിക്കാം. എന്തായാലും പനച്ചിയെ സംരക്ഷിക്കണമെന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരു മനസ്സാണ്. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന വ്യാപാരോത്സവം 2026 പരസ്യ റീൽസിന്റെ പ്രദർശന ഉദ്ഘാടനം ഉടുമ്പന്നൂർ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ചു. മഴവിൽ മനോരമ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി ഫെയിം ലൂയിസ് മേലുകാവ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന വ്യാപാരോത്സവം 2026 പരസ്യ റീൽസിന്റെ പ്രദർശന ഉദ്ഘാടനം ഉടുമ്പന്നൂർ വ്യാപാര ഭവനിൽ വെച്ച് സംഘടിപ്പിച്ചു. പഞ്ചറായല്ലേ? എന്തോരം നാളായി ഈ വെയിലും മഴയും കൊണ്ട് ഈ 2 വീലറിൽ ഇങ്ങനെ നടക്കുന്നു. എത്ര നാളായി പറയുന്നു ചെറുതാണെങ്കിലും ഒരു കാറ് മേടിക്കാന്ന്. അതെങ്ങനെയാ പറഞ്ഞാ കേക്കണ്ടേ? എടി ആര്യേ, ഈ മാർച്ച് മാസം ഒന്ന് കഴിഞ്ഞോട്ടെ. ചെറിയ കാറില്ല, ഒരു ഇന്നോവ ക്രിസ്റ്റ ആയിരിക്കും വരുന്നത്. മനസ്സിലായില്ല. നീ വ്യാപാരോത്സവം ഒന്ന് കേട്ടിട്ടുണ്ടോ? ദേ ഇങ്ങോട്ട് നോക്കിയേ, എന്തോരം സമ്മാന കൂപ്പണായിരിക്കുന്നതെന്ന്. ഇടുക്കി ജില്ലയിലെ ഏത് കടയിൽ നിന്നും പർച്ചേസ് ചെയ്താലും സൗജന്യമായി സമ്മാന കൂപ്പൺ കിട്ടും. ഏപ്രിൽ ആദ്യവാരം ബമ്പർ നറുക്കെടുപ്പാണ്. 5 മാരുതി ഓൾട്ടോ കാറും ഒരു ഇന്നോവ ക്രിസ്റ്റയുമാണ് സമ്മാനം. ചേട്ടാ, നമുക്ക് ദേ ആ കടയിലും കൂടെ ഒന്ന് കേറാം. എന്തിന്? അല്ല, ഒരു സമ്മാന കൂപ്പൺ എനിക്കും കൂടെ കിട്ടിയാലോ? മഴവിൽ മനോരമ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന പ്രോഗ്രാമിലൂടെ പ്രശസ്തി ആർജിച്ച ലൂയിസ് മേലുകാവ് ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ആർ രമേശും ജില്ലാ വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ കോട്ടയ്ക്കകവും ജില്ലാ സെക്രട്ടറി TC രാജു തരണിയിലും നിയോജകമണ്ഡലം പ്രസിഡന്റ് NB ചാക്കോച്ചനും നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി VJ ചെറിയാനും CK നവാസും സംഘടനയുടെ മറ്റ് ജില്ലാ നിയോജകമണ്ഡലം യൂണിറ്റ് ഭാരവാഹികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദുരന്ത നിവാരണ രംഗത്ത് അഗ്നിരക്ഷാസേന നടത്തുന്നത് അതുല്യമായ സേവനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടുക്കി ജില്ലാ ഫയർ സ്റ്റേഷൻ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൾട്ടിപ്ലക്സ് തിയേറ്റർ പ്രാദേശികമായി നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ചെറുതോണി ആലഞ്ചൂട് ഭാഗത്ത് നിർമ്മിക്കുന്ന മൾട്ടിപ്ലക്സ് തിയേറ്റർ കോംപ്ലക്സിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവർക്കും പ്രിയമേകുന്ന ടൂറിസം കേന്ദ്രമായി സംസ്ഥാനം മാറിയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇടുക്കി യാത്രി നിവാസിന്റെയും കുടിയേറ്റ സ്മാരകം 2ാം ഘട്ട പദ്ധതിയുടെയും പ്രവൃത്തിയും ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ജനകീയമാക്കണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. മൂലമറ്റം എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളവ് തിരിക്കുന്നതിനിടയിൽ വാഹനത്തിൽ തട്ടിയെന്നാരോപിച്ച് ബസ് ജീവനക്കാരെ മർദ്ദിച്ചെന്ന പരാതി.
പരിക്കേറ്റ LMS ബസ്സിലെ ജീവനക്കാർ തൊടുപുഴയിലെ സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.